ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ്, നിങ്ങളോട് ഈ ഒരു നിമിഷം അവർ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പേഴ്സന്റെ പേര് 3 തവണ ആലോചിക്കുക. എന്നിട്ട് പേഴ്സന്റെ എനർജിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ എന്താണെന്ന് ചോദിക്കുക. അവരുടെ താല്പര്യം എന്താണ്, അവരെന്തൊക്കെ റിപ്ലൈസ് ആണ് നിങ്ങൾക്ക് തരാൻ താല്പര്യപ്പെടുന്നത്, അവരുടെ എനർജി വൈബ്രേഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Knight of Pentacles, Ace of Swords, Knight of Wands. ഈ ഒരു ടൈം പീരിയഡിൽ അവർ നിങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്യുന്ന എനർജിയാണ് കാണുന്നത്. അവരുടെ മനസ്സിൽ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നിമിഷം നിങ്ങളെ കുറിച്ച് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജോ കോളോ ടെക്സ്റ്റോ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് വേണോ വേണ്ടോ എന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏറസ്, ലിയോ, സജിറ്റേറിയസ് ഫയർ എനർജി ഭയങ്കരമായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫയർ എനർജിയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. വാട്ടർ എനർജി വളരെ കുറവായിട്ടാണ് കാണുന്നത്. വാട്ടർ എനർജിയിലുള്ള ആൾക്കാർ ഇച്ചിരി സ്റ്റെബിലിറ്റി കുറവുള്ള എനർജിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും നല്ലതാക്കാൻ നോക്കുക. ഫയർ എനർജിയിലുള്ള ആൾക്കാർക്ക് ഈ ഒരു മാസം വളരെ പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവുന്നതാണ്. പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പാർട്ട്ണറിന് ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവർ കുറച്ച് ഹാപ്പി ആയിട്ട് കാണുന്നുണ്ട്. ആൻഡ് കുറച്ചും കൂടി നിങ്ങളുടെ നർച്ചറിങ് എനർജി അവർക്ക് വേണമെന്നും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നും അവരെ ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷനിലും നിങ്ങളെ പാമ്പർ ചെയ്യണമെന്നും സപ്പോർട്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പാമ്പർനെസ് അവർക്ക് വേണം. നിങ്ങളോട് കൊഞ്ചാനും പിണങ്ങാനും ഇണങ്ങാനും ഒക്കെ അവർ താല്പര്യപ്പെടുന്നുണ്ട് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു സം കൈൻഡ് ഓഫ് ഹാപ്പി മൊമെന്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ സന്തോഷ വാർത്തകൾ നിങ്ങളുമായിട്ട് ആദ്യം തന്നെ ഓടി വന്ന് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കൈൻഡ് ഓഫ് എനർജി തരണം, അല്ലെങ്കിൽ നിങ്ങളെ എനിക്ക് തോന്നുന്നു നേരിട്ട് വന്ന് മീറ്റ് ചെയ്യണം എന്ന കൈൻഡ് ഓഫ് പാഷനേറ്റ് എനർജിയാണ് കാണുന്നത്. ആൻഡ് ഈ ഒരു മാസം തന്നെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അത് സക്സസ്ഫുൾ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ആ പേഴ്സണും നിങ്ങളുടെ അടുത്ത് വളരെ ഇൻട്രസ്റ്റഡ് ആണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈവൻ ഇത് നിങ്ങളുടെ ക്രഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഔട്ട്കം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകും. കാരണം ഓവറോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ പോസിറ്റീവാണ്. നിങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ അവർക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടുമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെക്കുറിച്ച് കൊടുക്കുന്ന റിവ്യൂ ഭയങ്കര നല്ലതാണ്. ഓക്കെ, അതുപോലെ അവരുടെ ഫാമിലിയിൽ ഇപ്പൊ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അതും സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ സമയത്ത് ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യോ മെസ്സേജ് ചെയ്യോ ചെയ്യുകയാണെങ്കിൽ ആ പേഴ്സൺ വളരെ പോസിറ്റീവ് ആയിട്ടാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെ കാണുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും 100% ഗ്യാരണ്ടിയോടുകൂടി പറയാൻ സാധിക്കും. ഓക്കെ.